മിഷനെ കുറിച്ച് മിഷനെ നോക്കണ്ട സ്റ്റാർട്ട് ചെയ്യാനെന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ അതിനറിയാൻ ചെയ്യാൻ വെക്കണില്ലേ? ഇതിനെ എല്ലാവർക്കും നമസ്കാരം. ഏകദേശം 35 വർഷക്കാലമായി കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനത്ത് KSUയിലൂടെ, കോൺഗ്രസിലൂടെ INDCയിലൂടെ വളർന്ന് പിറവത്തെ സംബന്ധിച്ച് പിറവത്തിനും പാർട്ടിക്ക് ക്ഷീണമുണ്ടായ കാലഘട്ടത്തിലെല്ലാം പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ തുടർച്ചയായി 2010 മുതൽ 15 വരെ പഞ്ചായത്ത് പ്രസിഡന്റായി, 15 മുതൽ 20 വരെ നഗരസഭയുടെ ചെയർമാനായി പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പാർട്ടിയെ ശക്തമാക്കുവാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ വേദനയോട് പറയുന്നു, 2012 ശ്രീ TM ജേക്കബിന്റെ മരണശേഷം ശ്രീ അനൂപ് ജേക്കബ് MLA ആയി, മന്ത്രിയായി കടന്നു വന്നതിന് ശേഷം ഞാൻ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഈ 2012 മുതൽ 2020 വരെ പഞ്ചായത്ത് പ്രസിഡന്റായും ചെയർമാനായും ഞാൻ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ നഗരസഭയിൽ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ പഞ്ചായത്തിൽ കൊണ്ടുവന്ന ഒരു വികസന പ്രവർത്തനത്തിനും 1 രൂപ പോലും അദ്ദേഹം നൽകിയില്ല. അദ്ദേഹം 1 രൂപ നൽകിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നോ MLA ഫണ്ടിൽ നിന്നോ 1 നയ പൈസ പോലും ഒരു പദ്ധതിക്ക് നൽകിയിട്ടില്ല. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ നിരവധി പദ്ധതികൾ. പിറവ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മാലിന്യ പ്രശ്നമായിരുന്നു. ആ മാലിന്യ പ്രശ്നത്തിന് വേണ്ടി ഒരു സംസ്കരണ പ്ലാന്റ് കണ്ണീറ്റുമലയിൽ സ്ഥാപിച്ചപ്പോൾ അതിന്റെ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കുവാൻ അതിനുവേണ്ടി പഞ്ചായത്തിന്റെ തനത് ഫണ്ട് മാറ്റിവെച്ച് മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം ഫണ്ട് നൽകിയില്ല. ബഹുമാനായ അന്നത്തെ MP ശ്രീ ജോസ് കെ മാണി അന്ന് 5 ലക്ഷം രൂപ അതിനുവേണ്ടി അനുവദിക്കുകയുണ്ടായി. അതുപോലെ വിവിധ നമുക്കറിയാം, ഹിന്ദു മതക്കാരായ ആളുകളുടെ വലിയ പ്രശ്നമായിരുന്നു ഒരു ക്രമറ്റോറിയം, ഒരു പൊതു ശ്മശാനം. അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ മൂവാറ്റുപുഴയും തൃപ്പൂണിത്തുറയും പോയി ബോഡി നിരീപിക്കേണ്ട ഒരു ഡെലിഗേറ്റ് സാധാരണക്കാരായ ഹൈന്ദവരായ ആളുകൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു മാറ്റം വരുത്തുവാൻ
കൊച്ചിൻ റിഫൈനറിയുടെ BPCLന്റെ പണം അന്നത്തെ ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ കൊണ്ട് പറഞ്ഞ് അനുവദിപ്പിച്ച് അത് കണ്ണീറ്റുകളിൽ സ്ഥാപിച്ച് പ്രവർത്തനം നടത്തിയപ്പോഴും അതിനു വേണ്ട സപ്പോർട്ടിങ് പല കാര്യങ്ങളും അതിനു വേണ്ടി വന്നു. അതിന് ഒരു പൈസ അദ്ദേഹം നൽകി. പിറവത്തെ 2 തൂക്കുപാലങ്ങൾ കക്കാട്ടിലും കണമ്പൂരിലും, ആ 2 തൂക്കുപാലങ്ങൾ അതിന് ചില തകരാറുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ സമയത്ത് അദ്ദേഹം ഒരു പൈസ അനുവദിച്ചില്ല. പിറവത്തിന്റെ നാഴികക്കല്ലായി മാറിയ പിറവത്തെ ഏറ്റവും പ്രശസ്തമായ നമുക്കറിയാം സബർബൻ മാള്, കേരളത്തിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനവും സപ്ലൈകോയും കൈ ചേർന്ന് ആരംഭിച്ച സബർബൻ മാൾ, അതിന്റെ പ്രവർത്തനം നമുക്കറിയാം. അതിന്റെ തുടക്കം കുറിച്ച് 2011 വള്ളംകളിക്കാണ്. ശ്രീ TM ജേക്കബ് മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ആ വേദിയിൽ വെച്ച് ഞാൻ പറഞ്ഞു, സാറേ ഇതൊരു പ്രേതാലയം പോലെയാണ്. അന്നത്തെ പഞ്ചായത്തിന്റെ ടൗൺ ഹാളാണ്, അതൊന്ന് പുനരുദ്ധരിക്കണം, എന്താണ് മാർഗം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് പോപ്പുലർ ബസാർ, അതായത് തലശ്ശേരിയിൽ കൊടിയേരി ബാലകൃഷ്ണൻ സാറിന്റെ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള ഒരു പദ്ധതി പോലെ നമുക്ക് ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിയും. അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. സാബു ഇത് കഴിയുമ്പോൾ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ശ്രീ ജമ്പറും ഞാനും ശ്രീ DK പ്രസാദും കൂടി അദ്ദേഹത്തെ കാണുകയും അദ്ദേഹം അന്നത്തെ സപ്ലൈകോയുടെ GM ആയിരുന്ന ജേക്കബ് സാറിനോട് പറഞ്ഞു, ഇത് നമുക്കൊന്ന് ആലോചിച്ചൊരു നല്ല പദ്ധതി നടപ്പിലാക്കണം. ആ പദ്ധതി വരുമ്പോ പിറവത്ത് അന്ന് പഞ്ചായത്താണ്, പഞ്ചായത്ത് ഓഫീസ് നല്ല മനോഹരമായ ഒരു പഞ്ചായത്ത് ഓഫീസ് കൂടി നമുക്കിവിടെ തുടങ്ങാൻ കഴിയണമെന്ന് പറഞ്ഞു. അതിന്റെ പ്രവർത്തനത്തിന് ആദ്യത്തെ പടി നടത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ മരണം അത് തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് വന്ന ശ്രീ അനൂപ് ജേക്കബുമായി കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. തുടക്കം കുറിച്ചെങ്കിലും പണി വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ആ കാലാവധി 2015 കാലാവധി കഴിഞ്ഞു. പിന്നീട് അധികാരത്തിൽ വന്ന 1ാം പിണറായി വിജയൻ സർക്കാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് അതിന്റെ കൃത്യമായി അതിന്റെ ആവശ്യം മനസ്സിലാക്കി കേരളത്തിലെ ആദ്യത്തെ സബർബൻ മാളിന്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ നടത്താൻ കഴിഞ്ഞു. ശ്രീ തിലോത്തമൻ സാറായിരുന്നു സപ്ലൈകോയുടെ മിനിസ്റ്റർ. അതുപോലെ AC വിപിൻ, നമുക്കറിയാം തദ്ദേശ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം എല്ലാവരും ചേർന്ന് അതിന്റെ പണി വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോയി. എനിക്ക് വളരെ വിഷമത്തോടെ പറയാനുള്ളത്, ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ അന്നത്തെ പിറവത്തെ MLA എന്ന് പറയുന്നത് അദ്ദേഹത്തെ കാണുകയും ഇതിലൊരു മുനിസിപ്പൽ ഓഫീസ് പണിയുന്നുണ്ട്, അതിന് ഫണ്ട് കുറവാണ്, സാമ്പത്തികമായി പ്രതിസന്ധിയുണ്ട്, അങ്ങയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നോ MLA ഫണ്ടിൽ നിന്നോ 50 ലക്ഷം രൂപയെങ്കിലും അനുവദിക്കണം, നമുക്കത് പൂർത്തീകരിക്കണം, അത് അങ്ങയുടെ പേരിൽ അത് അവിടെ എഴുതാനായിട്ട് കഴിയും, MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പൂർത്തിയാക്കിയ മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് എഴുതാൻ കഴിയും, സഹായിക്കണമെന്ന് പലതവണ പറഞ്ഞേക്കും. നോക്കാം എന്നുള്ളൊരു വാക്കല്ലാതെ പണി പൂർത്തീകരിക്കുന്നതിന് ഒരു 7 മാസം മുമ്പ് ഞാൻ പറഞ്ഞു, ഇത് തന്നില്ലെങ്കിൽ പണി നിന്ന് പോകും, മുനിസിപ്പൽ ഓഫീസ് പണിയാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചെയർമാനെ ഒരു മാർഗം എന്റെ കയ്യിലില്ല, അത് മറ്റെന്തെങ്കിലും മാർഗം നോക്കാം. എന്നെ ഏറ്റവും വേദനിപ്പിച്ച ഒരു കാര്യമായിരുന്നു, ഞാൻ ബഹുമാനായ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ TK ജോസ് സാറിനെ കണ്ടു. ജോസ് സാർ പറഞ്ഞു, വർക്കിംഗ് ഗ്രൂപ്പിൽ, സംസ്ഥാന തല വർക്കിംഗ് ഗ്രൂപ്പിൽ വെച്ചിട്ട് മുനിസിപ്പാലിറ്റിയുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അതിന്റെ പണി പൂർത്തീകരിക്കാം, അത് ഫണ്ട് വരുന്നതനുസരിച്ച് റീകൂപ്പ് ചെയ്യുക അറിയുന്നു. അങ്ങനെ സമയബന്ധിതമായി ആ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ആ പൂർത്തീകരിക്കുന്ന സമയത്ത് എനിക്ക് അറിയിക്കാൻ കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിൽപ്പെട്ട ഒരു കൗൺസിലർക്ക് 50 ലക്ഷം രൂപ അദ്ദേഹം നിർവഹിക്കുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് വള്ളംകളിയുടെ ഒരു കാലഘട്ടത്തിലാണ് ചിലപ്പം ഗവൺമെന്റ് IB-യിൽ വെച്ച് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് കാണിച്ചത് വളരെ മോശമായി പോയി, ഞാൻ ഇത്രയും പ്രതീക്ഷയോടെയാണ് ഇരുന്നത്, അങ്ങയെ സംബന്ധിച്ച് പിറവത്തെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു പ്രസ്ഥാനം വരുമ്പോൾ അങ്ങയുടെ പേരുകൾ അവിടെ ആലേഖനം ചെയ്യപ്പെടേണ്ടതാണ്, അതുകൊണ്ട് അങ്ങ് അത് ആ പണം തരേണ്ടതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ പണമില്ലായിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന പോലെ ഒരാൾക്ക് പണം അനുവദിച്ചല്ലോ 50 ലക്ഷം രൂപ, അങ്ങേക്കത് എനിക്ക് തരാമായിരുന്നല്ലോ, എനിക്കെല്ലാം മുനിസിപ്പാലിറ്റിക്ക് തരാമായിരുന്നു, അത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമാണ്, ഞാൻ തീരുമാനിച്ചു, നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ടതാണ്. അവിടെ മുതൽ അസ്വാരസ്യം തുടങ്ങി 2019. അങ്ങനെ പിന്നീട് അദ്ദേഹം എന്നെ UDF-ൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ഞാൻ അന്നത്തെ പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാറിനെയും രമേശ് ചെന്നിത്തലയും കാര്യങ്ങൾ ധരിപ്പിച്ചു. പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തല. ഉമ്മൻചാണ്ടി സാറിന് പാർട്ടി ലെവലിൽ നമ്മുടെ ഒരു ഗുരുനാഥൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ ഞാൻ ഈ കാര്യം ധരിപ്പിച്ചു, സംസാരിക്കാമെന്ന് പറഞ്ഞു. അന്ന് സംസാരിക്കാനായി ശ്രീ ജെയ്സൺ ജോസഫ് അടക്കമുള്ളവരോട് പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്തെങ്കിലും അദ്ദേഹം അത് മുഖവിലേക്ക് എടുക്കാതെ തന്നെ മുന്നോട്ട്. എനിക്ക് ഏറ്റവും വേദന ഉണ്ടാക്കിയ ഒരു കാര്യം, ഇതിന്റെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നഗരസഭയുടെ സ്ഥലം വിട്ടുകൊടുത്ത് പണി പൂർത്തീകരിച്ച് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ
സ്വാഗതം പറയുന്നതിന് വേണ്ടി നഗരസഭയുടെ ചെയർമാനിന് എന്റെ പേര് വെച്ചു. സപ്ലൈകോയിൽ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ പേര് വെക്കാൻ കഴിയില്ല, MLA എന്ന രീതിയിൽ എന്റെ പേര് വെക്കണം. അടിച്ച നോട്ടീസ് മാറ്റണം. തർക്കമായി. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വിളിച്ചു. ഞാൻ പറഞ്ഞത് നഗരസഭയുടെ ഓഫീസാണ്, അതുപോലെ തന്നെ സപ്ലൈകോയുടെ ഓഫീസുമാണ്. പക്ഷെ അതിന് സ്വാഗതം പറയേണ്ടത് ഞാനാണ്, ഞാൻ മാറില്ല. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ഉമ്മൻചാണ്ടിയെ കൊണ്ട് തന്നെ എന്നെ വിളിപ്പിച്ചു. അപ്പൊ ഉമ്മൻചാണ്ടി പറഞ്ഞ അന്നത്തെ ഒരു ഭാഷ എന്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുക. താൻ കുറച്ചു നേരത്തേക്ക് MLA ആണ്, അയാൾ കുറച്ചു നേരത്തേക്ക് മുനിസിപ്പൽ ചെയർമാൻ ആയിട്ട്. അങ്ങനെ സാറിന്റെ ഒരാവശ്യപ്രകാരം ആ നോട്ടീസ് മാറ്റിയടിച്ച് അദ്ദേഹം സ്വാഗതം പറയുകയുണ്ടായി. അദ്ദേഹത്തിന് കൊടുത്ത പോസ്റ്റ് എനിക്ക് തന്നു. ആദ്യ വിൽപ്പനയും പിന്നെ സംസാരിക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ട്. അതിലൂടെ ആ കെട്ടിടത്തിന് വേണ്ടി നടത്തി എന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി വരച്ചു കേട്ടാൻ സാധിച്ചു. ബഹുമാനായ AC മൊയ്തീനും തിലോത്തമൻ സാറും പറഞ്ഞു. AC മൊയ്തീൻ സാറ് അന്നത്തെ തദ്ദേശ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞു എന്റെ ഓഫീസിൽ 40 മീറ്റിങ്ങുകളാണ് കെട്ടിട പണിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഈ ചെയർമാന്റെ ചേംബർ സെക്രട്ടറി കൂടിയാണ്, മുനിസിപ്പൽ ചെയർമാൻമാരുടെ ചേംബർ സെക്രട്ടറി കൂടിയാണ്, അതുകൊണ്ട് നടത്തിയത്. അങ്ങനെയാണ് പണി പൂർത്തീകരിക്കുന്നത് കൃത്യമായി അദ്ദേഹം പറയുന്നത്. തിലോത്തമൻ സാറും പറഞ്ഞു ഇതുപോലെ ഒരു നല്ല പ്രവർത്തനം നടത്തുന്ന ചെയർമാനാണ്, അദ്ദേഹത്തിന്റെ താല്പര്യമാണ് പൂർത്തീകരിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടായ ഒരു വിഷയം ലാസ്റ്റ് അദ്ദേഹം എന്നെ ഒരു വെറുക്കുന്ന രീതിയിൽ എന്റെ പാർട്ടിയിൽ നിന്ന് UDF-ൽ നിന്നും അതുപോലെ തന്നെ കോൺഗ്രസ് നിന്ന് ഒഴിവാക്കാൻ വേണ്ട ഒരു തന്ത്രങ്ങളുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയി. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ എന്നെ കുറിച്ച് ആക്ഷേപം വന്നു. ഞാൻ പാർട്ടിയിൽ നിന്ന് പോകുന്നു, സീറ്റ് ചോദിച്ചു നടക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വന്നു. പക്ഷെ ഞാൻ അതിനുശേഷം 5 വർഷക്കാലം ഒരു പാർട്ടിയിലും പോകാതെ എന്റെ പാർട്ടിയിൽ നിന്ന് എന്നെ തിരിച്ചു വിളിക്കും, എനിക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്ന് ഞാൻ കരുതി. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന് തൊട്ടു മുമ്പ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ബഹുമാനായ പ്രതിപക്ഷ നേതാവിന് കേരളത്തെ MLA ഒരു കത്ത് കൊടുത്തു, എന്നെ UDF-ൽ എടുക്കരുത്, എന്നെ UDF-ൽ നിന്ന് മാറ്റും. ഇദ്ദേഹം UDF-ലേക്ക് വന്ന UDF-ന് അത് ക്ഷീണമാകും, പല ആളുകളും പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോകേണ്ട ഒരു ഗതികേട് വരും, അതുകൊണ്ട് ഒരു കാരണവശാലും എടുക്കരുതെന്ന് കാണിച്ചൊരു കത്ത് നൽകി. ബഹുമാനായ കോൺഗ്രസ് നേതാവ് MP പ്രിയപ്പെട്ട ശ്രീ ബെന്നിമേനോൻ എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നീ അനൂപിനോട് സംസാരിക്കണം, അനൂപയായിട്ട് പറഞ്ഞു തീർക്കണം എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ ഫോണിൽ മനസ്സിലോടെ ഞാൻ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് പ്രശ്നം. അത് ഇവിടുന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാനുമായി സഹകരിക്കാനോ എന്നെ സഹകരിപ്പിക്കാനോ താല്പര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ പാർട്ടി നേതൃത്വവും അത് തന്നെയാണല്ലോ. കാരണം ഘടകകക്ഷിയുടെ ഒരു പ്രമുഖനായ നേതാവ് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കുമ്പോൾ എന്നെ പാർട്ടിക്ക് ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോൺഗ്രസ് പാരമ്പര്യത്തിലൂടെ വന്ന ഒരു വ്യക്തിയാണ്. എന്റെ പിതാവ് പ്രഥമ മണ്ഡലം പ്രസിഡന്റായിരുന്നു കോൺഗ്രസ്. എന്റെ വലിയച്ഛന്റെ അനിയൻ അഡ്വക്കേറ്റ് KC പൈലി പിറവം മൂവാറ്റുപുഴ മണ്ഡലത്തിലായിരുന്ന സമയത്ത് പിറവത്ത് മത്സരിച്ച ആളാണ്. 40 വർഷക്കാലം ഞങ്ങളുടെ സ്വന്തം കെട്ടിടം കോൺഗ്രസിന് വേണ്ടി നൽകിയത്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റും ചെയർമാനുമായപ്പോൾ ഞാൻ നിങ്ങളുടെ ഇനിഷ്യേറ്റീവ് എടുത്ത് അന്നത്തെ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റായിട്ട് ചേർന്നു, പാർട്ടി ഓഫീസ് വരെ വാങ്ങിയാണ്. ഒരിക്കലും കോൺഗ്രസിനെതിരെ പ്രവർത്തിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിന് ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം നടത്തി എനിക്ക് ഇന്ന് വരെ ഒരു ഷോക്കോസ് നോട്ടീസോ എന്റെ പേരിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല. 2020 എനിക്കെതിരെ ചില ആളുകൾ അത് MLA-യുടെ സഹായത്തോടു കൂടി ചില പരാതികൾ കൊടുത്തു. ആ 2 പരാതികളിലും അന്വേഷണ കമ്മീഷൻ വന്ന് അന്വേഷണം നടത്തി. അന്വേഷണം നടത്തിയപ്പോൾ കൃത്യമായി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ബോധ്യം. എന്റെ പേരിൽ ഒരു നടപടിയില്ല. ഇപ്പോൾ എനിക്കുള്ളത് പ്രാഥമിക അംഗത്വം മാത്രമാണ്. ആ പ്രാഥമിക അംഗത്വം ഞാൻ ഈ നിമിഷം രാജിവെക്കുവാൻ തയ്യാറാക്കുകയാണ്. അതാണ് ഞാൻ ഈ പ്രസ് റിലീസ് വിളിച്ചുള്ള കാരണം എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നൊരു സാഹചര്യമില്ല. ഞാൻ എന്നെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്നു, എന്നെ മാറ്റി നിർത്തുന്നു. പാർട്ടി പരിപാടികൾ പോയിട്ട് കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റിയിൽ പോലും ബൂത്ത് കമ്മിറ്റിയിൽ പോലും എന്നെ വിളിക്കുന്നില്ല, എന്നെ വിളിക്കരുതെന്ന് നിർദ്ദേശം കൊടുക്കുന്നു. ഇത് വളരെ കൃത്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എന്റെ ഒരു ഇന്റർവ്യൂവിലൂടെ ഞാൻ ഈ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്റെ രാഷ്ട്രീയം തീരുമാനിക്കും, മുന്നോട്ട് പോകും എന്ന് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ്സുകാരന് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് വിചാരിച്ചാണ് ഞാൻ ഒരു പാനൽ പോലും നടത്താതെ, ഞാൻ സ്ഥാനാർത്ഥിയാകാൻ നിൽക്കാതെ പാർട്ടിയുടെ അച്ചടക്കം പാലിച്ച് തന്നെ മുന്നോട്ട് പോയി. പക്ഷെ പിന്നീടും എന്നെ പരിഗണിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് വളരെ വേദനയോടെ ഞാൻ ഈ തീരുമാനം എടുക്കുന്നത്. നിങ്ങളുടെ എല്ലാവരും അറിവിലേക്കായി ഞാൻ ഇന്ന് ബഹുമാനായ KPCC പ്രസിഡന്റ്, DCC പ്രസിഡന്റ്, അതുപോലെ മുൻ KPC പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന AICC വർക്കിംഗ് കമ്മിറ്റി അംഗവുമായിരുന്ന ബഹുമാനായ രമേശ് ചെന്നിത്തല അവർക്ക് മെയിൽ ചെയ്യുകയും
കത്ത് രജിസ്റ്റർ ചെയ്ത് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വിവരം ഏറ്റവും ഗൗരവത്തോടെയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പക്ഷേ പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ ഇനിയും ഉണ്ടാകും. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ നാളിതുവരെ ഉണ്ട് 2013 ആരംഭിച്ച അമ്മയോടൊപ്പം ഇന്നും മുടക്കം കൂടാതെ ഞാൻ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഈ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന വരുമാനക്കാരായ വിധവമാരായ അമ്മമാരെ അവരെ സഹായിക്കുന്ന ഒരു പദ്ധതി എല്ലാ ജനുവരി 5 നടത്തുന്നുണ്ട്. ഈ വർഷം 14ാമത്തെ വർഷമാണ് നമ്മൾ നടത്തിയത്. നിരവധിയായ ആളുകൾ ആ കാര്യത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഏറ്റവും പാവപ്പെട്ടവരായ അമ്മമാരെ അവരെ വിളിച്ചു വരുത്തി അവർ ധരിക്കുന്ന ഒരു ജോഡി വസ്ത്രവും ധാന്യ കിറ്റും മെഡിക്കൽ കിറ്റും കൈനീട്ടവും സ്നേഹവിരുന്നും നൽകി അയക്കുന്ന പദ്ധതി. ആ പദ്ധതി ഏറ്റവും മനോഹരമായി നടത്തിക്കുന്നു. നിരവധി മേഖലകളിൽ ഞാൻ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പല സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനം ഇനിയും തുടർന്ന് മുന്നോട്ട് പോകും. ഏറെ വേദനയോടെയാണെങ്കിലും പ്രിയപ്പെട്ട എൻ്റെ മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ ഈ വിവരം അറിയിക്കുന്നു. നന്ദി. രാഷ്ട്രീയമായി എന്നായാലും മാറി നിൽക്കാൻ കഴിയില്ല. കാരണം ഒരു പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ രാഷ്ട്രീയമായ ചില തീരുമാനങ്ങൾ അടുത്ത ദിവസം തന്നെ ഞാൻ എടുക്കും. അല്ലാതെ എനിക്ക് മാറി നിന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതെങ്കിലും രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടൊക്കെ ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് മാത്രമേ നമുക്ക് പൊതുപ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പലരും പറയും ചാരിറ്റിയൊക്കെ ആയിട്ട് പൊതുപ്രവർത്തനം നടത്താൻ കഴിയില്ല. പക്ഷെ അതൊരു പൂർണ്ണതയിലെത്തണമെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ആ തീരുമാനങ്ങൾ വൈകാതെ എടുക്കും. UDF-ലേക്ക് ഇനി സാധ്യതയില്ല. UDF-ലേക്ക് എന്നെ വേണ്ട എന്ന് പറഞ്ഞ് പണ്ടാരോ പറഞ്ഞ പോലെ വണ്ടിക്കൂലിക്ക് പൈസ വാങ്ങി വിട്ടുപോക്കോളാൻ പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വരെ എത്തിച്ചിരുന്നു. അത് പുതിയ നേതൃത്വം നമുക്കറിയാം. ഞാൻ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും എന്നെ ആക്ഷേപിക്കുന്നതിനാണ് അവർക്ക് കൂടുതൽ താല്പര്യം. പക്ഷെ ഞാൻ എന്റെ പൊതുപ്രവർത്തനത്തിലേക്ക് എടുത്താൽ എന്നെ വിമർശിക്കുന്ന ഒരാളോട് ഞാൻ മോശമായി സംസാരിച്ചിട്ടുണ്ട്. അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ചെയർമാൻ ആയിരുന്നപ്പോഴും എന്നെ വിമർശിച്ചാലും ഞാൻ ആ വിമർശനം ഉൾക്കൊള്ളാൻ തയ്യാറാണ്. അത് കേൾക്കും. അവർക്കെതിരെ പറയാനോ അവരെ ഇൻസൾട്ട് ചെയ്യാനോ വ്യക്തിപരമായി ആരെയും ഞാൻ മോശക്കാരനാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ ഇത് പറയേണ്ടി വന്നത് ഞാനിത് പറയില്ല. കഴിഞ്ഞ എൻ്റെ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് നടന്ന പ്രസ് റിലീസിൽ ഞാൻ പറഞ്ഞു TMJക്ക് ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്, MJJക്ക് ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. ആ കാലത്ത് കൊണ്ടുവന്ന പല ഓഫീസുകളും ഇന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ബഹുമാനായ MLA തന്നെ എന്നെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു TMJക്ക് ഒരുപാട് വാഴ്ത്തുപാട്ടുകൾ ഇദ്ദേഹം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വാഴ്ത്തുപാട്ടുകളല്ല, ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ശ്രീ MJJക്കപ്പാണ് സുവിശേഷം കൊണ്ടുവന്നത്. MJJക്കപ്പാണ് നമുക്കറിയാം പുലിയപ്പുറം, അതുപോലെ തന്നെ നമ്മുടെ പുതിയ റോഡ് കൊണ്ടുവന്നത്. നിരവധി കാര്യങ്ങൾ നമ്മൾ ആദ്യം ഓൾവേഴ്സ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോഴാണ് ഓൾവേഴ്സ് ആദ്യം പ്രവർത്തിക്ക് കൊണ്ടുവരുന്നത്. നിരവധി കാര്യങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ചോറ്റാനിക്കരയിലും പല മേഖലയിലും വികസനങ്ങളും നടത്തിയിട്ടുണ്ട്. പിറവത്ത് ഈ കേരളത്തിൽ ഒരു MLA ഓഫീസ് ഇല്ലാത്ത ഏക സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ ആരെയും കൂടുതൽ വ്യക്തിപരമായി വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇത് പറയാതെ പോകാൻ കഴിയില്ല എന്നുള്ളത് മാത്രം സൂചിപ്പിച്ചു. ഇതിനകത്തൊരു വ്യക്തമായ ഒരു കാര്യമുള്ളത്, ഈ പിറവത്ത് 10 വർഷക്കാലമായി കൊണ്ടുവന്ന വികസന പ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ട ഈവൻ കുട്ടികളുടെ പാർക്ക്, പ്ലെയിൻ വെച്ചതടക്കമുള്ള നിരവധി കാര്യങ്ങൾ എന്റെ കാലഘട്ടത്തിൽ ഞാൻ കൊണ്ടുവന്നതിൽ ഒരു പൈസ പോലും MLA തന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പൈസ പോലും പിറവത്തിന് തന്നിട്ടില്ല. തീർച്ചയായിട്ടും MLA എന്നെ ഇതുപോലെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി, എന്നെ മാറ്റി നിർത്തി എന്റെ 10 വർഷക്കാലം ഒരു ഫണ്ടും തരാതെ എന്നെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ, ബാക്കിയുള്ള പല സ്ഥലങ്ങളും കൊടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു പൈസ പോലും തരാതെ സാധാരണ രീതിയിൽ പഞ്ചായത്ത് മെമ്പറായാലും മുനിസിപ്പൽ ചെയർമാൻ അദ്ദേഹത്തിന്റെ വാർഡിലേക്കെങ്കിലും ഒരു 5 ലക്ഷം രൂപ, ഒരു 10 ലക്ഷം രൂപ റോഡിന് തരും. അതുപോലും തന്നിട്ടില്ല എന്നുള്ളത് നഗ്നമായ സത്യമാണ്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഒരു പൈസ പോലും നൽകിയിട്ടില്ല. എനിക്ക് അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്നോട് അത് ഞാനത് പറയുന്നത് ശരിയല്ലല്ലോ. അത് ആ കാലഘട്ടത്തിലെ ഭരണാധിപന്മാരോട് ചോദിക്കണം. എന്റെ അറിവിൽ അദ്ദേഹത്തിന്റെ ചില കൗൺസിലർമാർക്ക് ചില പൈസ കൊടുത്തതല്ലാതെ
പിറവത്ത് പൊതുവായ ആവശ്യങ്ങൾക്ക് ഒരു പണവും നൽകിയിട്ടില്ല. ഏതെങ്കിലും കാര്യം ഇത് വേണമെങ്കിൽ പറയാം, 2 തൂക്കുപാലങ്ങളുണ്ട്. MLA ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ച് അത് റിപ്പയർ ചെയ്യാൻ പറ്റും. എനിക്കറിയാം ഈ തൂക്കുപാലം കൊണ്ടുവന്നയാണ്. അപ്പൊ അതിന് വേണമെങ്കിൽ പറയാം അത് പഞ്ചായത്തിന്റെ അല്ല, അത് കളക്ടറുടെ ആണ്. ഇനി കളക്ടറുടെ ആയിക്കോട്ടെ, കളക്ടറുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നിന്ന് ഫണ്ട് റിലീസ് ചെയ്യാം, വേണമെങ്കിൽ ആ പൈസ അദ്ദേഹത്തിന് റീകൂപ്പ് ചെയ്യാം, കൊടുക്കാം അദ്ദേഹത്തിന്, അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. ഇതുവരെ എന്തെങ്കിലും കാര്യം നടന്നു? അത്രയും മനോഹരമായ കക്കാട് പാലം അപകടാവസ്ഥയിലാണ്. അതൊക്കെ ഇടപെട്ട് ചെയ്യേണ്ട ഒരാള് ആരാണ്? അദ്ദേഹം അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇത് പല പ്രാവശ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അദ്ദേഹം നിരവധി പരാതികൾ KPCC ഒക്കെ അറിയിച്ചു. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട അന്നത്തെ നേതാക്കന്മാരെ വിവരം ധരിപ്പിച്ചു. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഞാൻ ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയുണ്ടായി. ഇന്നതാണ് കാര്യം. അദ്ദേഹത്തിനോട് മനസ്സിലായി. ആര് കേട്ടാലും ഈ 9 വർഷത്തിനിടയിൽ പഞ്ചായത്തിനോ നഗരസഭയ്ക്കോ 1 രൂപ പോലും തന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതൊരു വ്യക്തിവിരോധമല്ലേ? അല്ലെങ്കിൽ പിറവത്തോടുള്ള ദേഷ്യം, അല്ലെങ്കിൽ വികസന പ്രവർത്തനം വേണ്ട എന്നുള്ള അദ്ദേഹത്തിന്റെ തീരുമാനമല്ലേ? അല്ലാതെ എന്തെങ്കിലും പറയാൻ കഴിയും? ഈ പരിപാടി നടത്തുമ്പോഴൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നതല്ല. ഇപ്പം സബർമൻ നാട് 1 രൂപ അതിനകത്ത് അദ്ദേഹം മുടക്കിയിട്ടില്ല. ഈവൻ ലാസ്റ്റ് നാളെ പ്രതിപക്ഷം പറഞ്ഞു ജനറേറ്റർ മേടിക്കാൻ വേണ്ടിയെങ്കിലും പൈസ കൊടുക്കാമായിരുന്നു അദ്ദേഹത്തിന്, അതുപോലും നൽകിയില്ല. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനപരമായ, അല്ലാതെ ഈ പാർട്ടിയിൽ നിന്ന് പോകാൻ വേണ്ടി ഉണ്ടാക്കിയത് തിരക്കഥയൊന്നുമല്ല. ഈ 10 വർഷത്തെ എന്റെ പ്രവർത്തനം വിലയിരുത്തുമ്പോഴും അദ്ദേഹം എന്നോട് കാണിച്ച പ്രവർത്തനം വിലയിരുത്തുമ്പോഴും കൃത്യമായി നിങ്ങൾക്കത് ബോധ്യപ്പെടും. തീർച്ചയായിട്ടും കോൺഗ്രസിലെ ആരും ആയിട്ട് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം എനിക്ക് ഉണ്ടായിട്ടില്ല. ചില കാര്യങ്ങൾ പാർട്ടി പ്രവർത്തനം എന്ന രീതിയിൽ അതും കോൺഗ്രസ് അല്ലേ, പൊതു അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. തീർച്ചയായും എന്നെ ഇതിലേക്ക് വരുത്തരുതെന്ന് തീരുമാനമെടുത്ത ഒരു വ്യക്തിത്വം അദ്ദേഹമാണ് എന്നെ പിന്നിൽ പ്രവർത്തിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ വളരെ മാധ്യമപ്രവർത്തകൻ നിങ്ങളോട് ചോദിക്കുക, അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ എന്നെ തുടർന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പിറവത്തെ നിയോജക മണ്ഡലത്തിൽ UDF നേതൃത്വത്തിനെ ഒന്ന് വിളിച്ചിട്ട് സാബുവിനെ ഒന്ന് വിളിച്ച് സംസാരിക്കണം, എന്താണ് പ്രശ്നം എന്ന് കേൾക്കാൻ അതിന് പോലും തയ്യാറായില്ല. ശ്രീ ജയകുമാർ ചാർജ് എടുത്തപ്പോൾ ഞാനും ജയകുമാർ ഒരുമിച്ച് രാഷ്ട്രീയത്തിൽ വന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒന്ന് സംസാരിച്ച് തീർക്കാൻ പറ്റുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ സംസാരിച്ചാൽ തീരുമില്ല, അത്ര വലിയ വിഷയമാണ്. ജയകുമാറിനോട് നേരിട്ട് പറഞ്ഞ കാര്യം വളരെ കൃത്യവും വ്യക്തവുമാണ് ഈ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ രാജിവെക്കേണ്ടത്. കേരള കോൺഗ്രസ് ജേക്കബിന്റെ പാർട്ടിയിൽപ്പെട്ട ആളാണ്. താങ്കൾ കോൺഗ്രസിന്റെ നേതാവാണ്. കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടിയിലെ MLA ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ കോൺഗ്രസിന് രാജിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരാരും താങ്കളുടെ വാദങ്ങൾ കേൾക്കുവാനും അംഗീകരിക്കുവാനും അവരുടെ ഒരു സപ്പോർട്ട് നൽകാനും തയ്യാറായില്ല. അവരെല്ലാവരും MLA ഭാഗം ശരി എന്നുള്ള ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അന്ന് പറഞ്ഞത് വളരെ കൃത്യമായ ഒരു ചോദ്യമാണ്. പലപ്പോഴും ഞാൻ ശ്രീ ബെന്നി ബെഹനാൻ, അതുപോലെ ശ്രീ KP ധനപാലൻ, അതുപോലെ നിരവധി നേതാക്കളെ, ശ്രീ KC ജോസഫ്, ഇവിടെ 1ാം ചരമവാർഷികം ഉമ്മൻചാണ്ടിയുടെ ഞാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയപ്പോൾ അന്ന് ശ്രീ KC ജോസഫ് വന്നു. KC ജോസഫിനോട് മൈക്കിലൂടെ ഈ കാര്യം കണ്ടു എന്നെ മാറ്റി നിർത്തിയപ്പോഴാണ്. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ, അദ്ദേഹം ബഹുമാനായ നമ്മുടെ കാതോലിക്ക ബാബ പുത്തൻകുരിശിൽ മരിച്ച സമയത്ത് എൻ്റെ അടുത്ത് വന്ന് ഞാനും അദ്ദേഹം ഒരുമിച്ചു. ഈ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം DC പ്രസിഡന്റ് അടക്കമുള്ളവരെ വിളിച്ചപ്പോൾ പറഞ്ഞു പ്രാദേശിക നേതൃത്വം MLA-യും ഇതിനെതിരാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടിയിൽ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. സംശയമുണ്ടെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് വിളിച്ച് മാധ്യമപ്രവർത്തകർ നിങ്ങൾക്ക് ചോദിക്കാം, അദ്ദേഹം ഇടപെട്ടിരുന്നോ? കോൺഗ്രസ് നേതൃത്വം പ്രാദേശിക നേതൃത്വം പറയുന്ന വാക്കിന് വിലപ്പെടുത്തു, താങ്കൾ വിലപ്പെടുത്തില്ല എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് സംഭവിച്ചത്. ഞാൻ ഒരു കാര്യം തുറന്നു പറയാം, മനസ്സ് തുറന്നു പറയാം. ശ്രീ ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരട്ടെ, ഒരു സംശയമില്ല. അദ്ദേഹം എന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, എന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. കോൺഗ്രസിന് ആവശ്യമാണ് എന്ന് കണ്ട് എന്നെ കൂടെ നിർത്തുമായിരുന്നു. ഇപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. ഇപ്പൊ ഇദ്ദേഹം ഘടകകക്ഷിയുടെ പ്രമുഖനായ ഒരാളാണ്. അദ്ദേഹം പറയാണ് അദ്ദേഹത്തെ ഈ പ്രവൃത്തി വേണ്ട എന്ന് പറഞ്ഞാൽ ഘടകകക്ഷിയുടെ പ്രമുഖനായ ആള് UDF-ൽ നമുക്കറിയാം ജോസഫ് ഗ്രൂപ്പ് ഉണ്ട്, കേരള കോൺഗ്രസ് ജേക്കബ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, പിന്നെ RSP, അങ്ങനെ ചെറിയ കക്ഷികളുണ്ട്. അതിലൊരു കക്ഷിയുടെ പ്രമുഖനായ ആളാണ്, മുൻ മന്ത്രിയാണ്. അദ്ദേഹം പറയുന്നത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ട, അത്രേ ഉള്ളൂ അതിനകത്ത് കാര്യം. അതിനപ്പുറത്തേക്ക് ആരും ഒരു തീരുമാനം എടുത്തില്ല.
DC പ്രസിഡന്റ് തന്നെ പല 2 പ്രാവശ്യം കണ്ട് ചോദിച്ചപ്പോഴും അത് MLA ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെ എടുക്കാൻ കഴിയില്ല എന്ന് അറിയിക്കുകയാണ്. ഇത് സത്യമാണ്. ഇതിനുവേണ്ടി പലരും ബന്ധപ്പെട്ട് സംസാരിച്ചതാണ്. പക്ഷെ എന്നെ എടുക്കില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ മാത്രമാണ് ഞാൻ വളരെ വേദനയോടെ എന്റെ മാതൃപ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ രാജിവെക്കാൻ തയ്യാറായത്. അല്ല, അതൊരു അടഞ്ഞ അധ്യായമാണ്. ഞാൻ ഇത്രയും കാലം എന്റെ ജീവിതത്തിൽ 5 വർഷം ഒരു പൊതുപ്രവർത്തകന്റെ 5 വർഷം ഞാൻ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു പൊതുപ്രവർത്തന രീതിയിൽ നമുക്കൊക്കെ പ്രായം കൂടി വരികയാണ്. അപ്പൊ ഒരു പൊതുപ്രവർത്തകന്റെ 5 വർഷക്കാലം കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഇനിയും അങ്ങനെ കാത്തിരിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ജിതിൻ തന്നെ നടത്തിയ ഇന്റർവ്യൂ ഞാൻ കൃത്യമായി പറഞ്ഞില്ലേ, ഇലക്ഷൻ കഴിയുമ്പോൾ ഇലക്ഷൻ വരെ ഞാൻ ആരെയും നിർവഹിക്കില്ല, ഒരു കോൺഗ്രസ്സുകാരനും ചുവടുണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാതെ നിന്നത്. ഇപ്പം രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ട സമയമായി. അതുകൊണ്ടാണ് ഞാനുമായി ബന്ധപ്പെട്ട പല ആളുകളും ഉണ്ടാവും. ഞാനിപ്പം എന്റെ പത്രസമ്മേളനം നടത്തിയത് മാത്രമല്ല, ശ്രീ തമ്പി കുടുംബാംഗങ്ങൾ എന്നോടൊപ്പം ഒരുമിച്ച് ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയാണ്. അദ്ദേഹത്തിനും വളരെ കൈക്കേറിയ അനുഭവങ്ങളുണ്ടായി. ചിലപ്പോൾ എന്റെ കൂടെ നിന്നുകൊണ്ടാകാം. അപ്പം അദ്ദേഹവും ഇപ്പം പ്രവർത്തന രംഗത്തില്ല. നിരവധി ആളുകളുണ്ട്. അതിപ്പം നമുക്ക് ഞാൻ ആ തീരുമാനം എടുത്ത് മുന്നോട്ട് വരുമ്പോൾ കുറെ ആളുകൾ എന്റെ കൂടെയുണ്ട്. അല്ല, ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കാനോ ഒന്നും അങ്ങനെയുള്ള തീരുമാനമില്ല. LDF-ലെ പല കക്ഷികളും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആകെ വിളിച്ചത് അവരാണ്. അവരുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് ഉചിതമായ തീരുമാനമെടുക്കും. എന്നാലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാതെ പറ്റില്ല. അല്ലെങ്കിൽ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാതെ കൊണ്ടുനടക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അവരുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനം എടുക്കും. ജോസ് കെ മാണിയായിട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു എന്നെ ഇനി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞൊരു വാർത്ത വരുന്നതിന് മുമ്പ് സ്വാഭാവികമായും രാജിവെച്ച് ഒരു മാന്യത, രാഷ്ട്രീയ മാന്യത ഏതാണ്, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പ്രാഥമിക അംഗത്വം മാത്രമേ എനിക്കുള്ളൂ. വേറെ ഒന്നും ഒരു പോസ്റ്റും എനിക്ക് നിലവിലില്ല. KPC എക്സിക്യൂട്ടീവ് മെമ്പറും മുനിസിപ്പൽ ചേംബർ സെക്രട്ടറിയും അതുപോലെ INUC ജില്ലാ സെക്രട്ടറിയും കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റും അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും ഒക്കെ ആയിട്ട് ഒരുപാട് പോസ്റ്റുകൾ ഞാൻ വഹിച്ചിട്ടുണ്ട്. ഒരിക്കലും പാർട്ടിയോട് ഒരു നീതികേട് ഞാൻ ചെയ്തിട്ടില്ല. എന്നെ ഒഴിവാക്കുന്ന സ്ഥലത്ത് പാർട്ടിയാണെന്നും ഞാൻ പറഞ്ഞില്ല. എന്നെ ഒഴിവാക്കാൻ വേണ്ടി ചിലർ നടത്തുന്ന ഗൂഢ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞാൻ ഇതിൽ നിന്ന് വിട പറയുമെന്ന് മാത്രം. അതെ, ഞാൻ പുതുക്കിക്കൊണ്ടിരുന്നതാണ്. അത് ഓൺലൈനായിട്ടാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. സുധാകരൻ ഇരുന്ന സമയത്താണ് ഓൺലൈനായിട്ട് ആ ഒരു സിസ്റ്റം അവസാനമായി പുതുക്കിയിരിക്കുന്ന 2024. അതിനുശേഷം പിന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊന്നും വന്നിട്ടില്ല. അപ്പൊ അത് രാജിവെച്ചിട്ട് പോകുന്നതാണ് മാന്യത. രാവിലെ തന്നെ KPC പ്രസിഡന്റും DCC പ്രസിഡന്റും മെയിൽ ചെയ്ത് കൊടുത്തു, രജിസ്റ്റർ ചെയ്ത് കത്ത് വായിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ എനിക്കൊരു ഗതികേട് ഉണ്ടായിട്ടുള്ളത്. അത് പറയും. അത് പറയാൻ കഴിയുന്ന മീഡിയ വഴിയും അതുപോലെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന മേഖലയിലും അത് പറയാതിരിക്കാൻ കഴിയില്ല. സ്ഥാനാർത്ഥിയായിട്ട് എനിക്ക് ഇപ്പൊ നിലവിൽ അങ്ങനെയുള്ള ഒരു കാര്യം എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സാധ്യത വന്നാൽ ഒരു രാഷ്ട്രീയക്കാരനല്ലേ തള്ളിക്കളയും. അച്ചടക്ക നടപടിയും താങ്കൾക്കെതിരെ എടുത്തിട്ടില്ല, താങ്കളെ അവർ മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോ അച്ചടക്ക നടപടി അടക്കമുള്ള ഒരു കാര്യങ്ങളും ഇല്ലാതെ താങ്കൾ തികച്ചും സ്ഥാനമാനങ്ങളെ മോഹിച്ചുകൊണ്ട് ഒരു മുന്നണി മാറ്റത്തുള്ള സാഹചര്യത്തിലേക്കാണ് മാറുന്നതെന്നുള്ള രാഷ്ട്രീയ ആരോപണം വരുന്നത്. അതിനെ എങ്ങനെ പോയിക്കാണ്? തീർച്ചയായിട്ടും അതിനെന്നെ അതങ്ങനെ ചോദിക്കാനോ. ഒരു പൊതുപ്രവർത്തനമാകുമ്പോൾ അങ്ങനെയുള്ളതൊക്കെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ തീരുമാനം വരുമ്പോഴും ഇതൊക്കെ ആരോപണം ഉയരാറുണ്ട്. അതിനൊക്കെ എനിക്ക് കൃത്യമായ മറുപടിയുണ്ട്. 5 വർഷക്കാലം നടന്നു. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. റെക്കോർഡിംഗ് അല്ലല്ലോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. എന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ സഹായ സഹകരണം ഒരിക്കൽ കൂടി ഏറ്റവും താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തും. ജോനെ നമ്മുടെ ആഗ്രഹം